ഇന്ന് നമ്മൾ ആ ഗൂഢമായ രഹസ്യം തുറക്കാൻ പോവുകയാണ്. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ തന്നെ ഒരുനാൾ നിങ്ങളോട് സംസാരിക്കാൻ കൊതിക്കുന്ന തരത്തിലുള്ള ശക്തി ഇത് നിങ്ങൾക്ക് നൽകും. ഇതൊരു മാജിക്കല്ല, മറിച്ച് കൃത്യമായൊരു തന്ത്രമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നാലെ നടന്ന് വീണ്ടും വില ചോദിക്കുന്നത് മണ്ടത്തരമാണ്. തന്റെ അവഗണനയെ ശക്തിയായി മാറ്റുകയും ആളുകൾ തന്നെ സ്വന്തമാക്കാൻ കൊതിക്കുന്ന രീതിയിൽ സ്വന്തം വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ഇതിന്റെ അർത്ഥം വളരെ ലളിതമാണ്. ആളുകൾ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോശക്കാരാണെന്ന് കരുതരുത്. മറിച്ച് അവരെ ആകർഷിക്കാൻ വേണ്ടത്ര സ്വാധീനം ഇപ്പോൾ നിങ്ങൾക്കില്ല എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇത് മാറ്റാൻ സാധിക്കും. ആ മാറ്റം നിങ്ങളുടെ കൈകളിലാണ്. ഓർക്കുക, നിങ്ങൾക്ക് വില തരാത്ത ഒരാൾ കാണിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കണ്ണിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല എന്നാണ്. എന്നാൽ സത്യത്തിൽ ഇതൊരു മനഃശാസ്ത്രപരമായ കളിയാണ്. എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നിനും ആരും വില കൽപ്പിക്കാറില്ല എന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? 1. സ്വയം പിന്നോട്ടു മാറാൻ പഠിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ അവരുടെ പിന്നാലെ ഓടരുത്. അവരിൽ നിന്നും സ്വയം അകലം പാലിക്കുക. 2. നിങ്ങളുടെ വ്യക്തിത്വത്തിലും കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ വില വർദ്ധിക്കാത്ത കാലത്തോളം ആളുകൾ നിങ്ങളെ നിസ്സാരമായി മാത്രമേ കാണൂ. 3. നിങ്ങളിലൊരു നിഗൂഢത കാത്തു സൂക്ഷിക്കുക. അമിതമായ ഇടപെടൽ ഏതൊരു കാര്യത്തെയും ബോറടിപ്പിക്കും. കഷ്ടപ്പെട്ട് ലഭിക്കുന്ന കാര്യങ്ങളെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ വില നിശ്ചയിക്കുന്നത് അവൻ തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഉപയോഗശൂന്യനായി കണ്ടാൽ ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണും. നിങ്ങൾ നിങ്ങളെ വിലയുള്ളവനായി കണ്ടാൽ ലോകവും നിങ്ങളെ ആ ബഹുമാനത്തോടെ നോക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ നിങ്ങളെ അവഗണിച്ചു. അതിന്റെ പേരിൽ നിങ്ങൾ രാപ്പകൽ അവരെക്കുറിച്ച് ചിന്തിച്ചിരുന്നാൽ എന്ത് ലഭിക്കും? വേദനയും ദേഷ്യവും മാത്രം. എന്നാൽ അതേ ഊർജം സ്വയം മെച്ചപ്പെടാൻ ഉപയോഗിച്ചാലോ? ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന അതേ വ്യക്തി നാളെ നിങ്ങളെ അന്വേഷിച്ചു വരും. ഇനി ചോദ്യമിതാണ്, സ്വന്തം വില എങ്ങനെ വർദ്ധിപ്പിക്കാം? 1. സ്വയം മികച്ചതാക്കുക. ആളുകളെ ആകർഷിക്കുന്ന ഗുണങ്ങൾ നിങ്ങളിൽ വളർത്തുക. അറിവും കഴിവും വ്യക്തിത്വവും ശക്തമാക്കുക. നിങ്ങൾ സ്പെഷ്യലാകുമ്പോൾ ആളുകൾ താനേ നിങ്ങളുടെ അടുത്തേക്ക് വരും. 2. എല്ലാവർക്കും എപ്പോഴും ലഭ്യമാകരുത്. നിഗൂഢമായിരിക്കുക. നിങ്ങളെ മനസ്സിലാക്കാനും അറിയാനും ആളുകൾക്ക് ആകാംക്ഷയുണ്ടാകട്ടെ. 3. വൈകാരികമായി ശക്തരാകുക. ഒരാൾ വില തരാത്തതുകൊണ്ട് നിങ്ങളുടെ ആത്മാഭിമാനം കുറയരുത്. മറ്റൊരാളുടെ പെരുമാറ്റം നിങ്ങളെ ബാധിക്കാത്ത വിധം നിങ്ങളുടെ മാനസിക ശക്തി വർദ്ധിപ്പിക്കുക. 4. ആളുകൾക്ക് നിങ്ങളുടെ ആവശ്യം തോന്നിക്കട്ടെ. നിങ്ങളുടെ കയ്യിൽ അദ്വിതീയമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ അന്വേഷിച്ചു വരും. നിങ്ങളുടെ അഭാവം മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ സ്വയം വളരുക. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. ചില ആളുകൾ ആൾക്കൂട്ടത്തിലും തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ചിലരെയാകട്ടെ ആരും ശ്രദ്ധിക്കാറുമില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഒന്നുമാത്രം: മാനസിക ശക്തി. തങ്ങളുടെ തലച്ചോറ് ശരിയായി ഉപയോഗിക്കുന്നവർ മറ്റുള്ളവരുടെ ഹൃദയത്തിലും മനസ്സിലും ഭരിക്കുന്നു. വികാരങ്ങളിൽ മാത്രം ഒഴുകി നടക്കുന്നവർ ജീവിതം മുഴുവൻ തട്ടിത്തടഞ്ഞു വീഴുന്നു. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കറിയാം അവരില്ലാതെ നിങ്ങൾ അപൂർണമാണെന്ന്. അവർക്കറിയാം നിങ്ങൾ അവർക്കായി എപ്പോഴും ലഭ്യമാണെന്ന്. അവരുടെ ശ്രദ്ധ കിട്ടാൻ നിങ്ങൾ എന്തും ചെയ്യുമെന്ന് അവർക്ക് ഉറപ്പാണ്. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. സ്വയം ഇത്രത്തോളം ദുർബലനും വില കുറഞ്ഞവനുമായി നിങ്ങൾ നിൽക്കുന്നിടത്തോളം കാലം ആരും നിങ്ങൾക്ക് വില തരില്ല. നിങ്ങളുടെ അഭാവം ആളുകൾക്ക് അനുഭവപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി ഹൃദയം കൊണ്ടല്ല, ബുദ്ധി കൊണ്ട് കളിക്കാൻ പഠിക്കൂ. എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും വിലയുണ്ടാകില്ല. എന്നാൽ അത് കിട്ടാക്കനിയായാൽ അത് സ്വന്തമാക്കാൻ ആളുകൾ എന്തും ചെയ്യും. സ്വയം ചോദിക്കുക, ആളുകൾക്ക് നിങ്ങളെ നിസ്സാരമായി കാണാൻ പാകത്തിന് നിങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാണോ? അതെ എന്നാണെങ്കിൽ ആ തെറ്റ് തിരുത്താൻ സമയമായി. നിഗൂഢനാകാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാതിരിക്കുക. നിങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് നിങ്ങളിൽ താൽപ്പര്യമുണ്ടാകില്ല. നിങ്ങളുടെ ദിനചര്യയിൽ മാറ്റം വരുത്തുക. പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ കുറയ്ക്കുക. നിങ്ങൾ വലിയ എന്തോ കാര്യത്തിന്റെ തിരക്കിലാണെന്ന് ആളുകൾക്ക് തോന്നട്ടെ. വ്യക്തിത്വത്തിൽ ഗൗരവം കൊണ്ടുവരിക. എപ്പോഴും ചിരിച്ചു കളിച്ച് നടന്നാൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ നിങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തിയിലും ഗാംഭീര്യമുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ സീരിയസായി എടുക്കും. വേറിട്ടൊരു വ്യക്തിത്വമുണ്ടാക്കുക. നിങ്ങൾ ആൾക്കൂട്ടത്തിന്റെ ഭാഗമായാൽ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്താൽ ആളുകൾ നിങ്ങളെ അന്വേഷിക്കും. ഇനി ഞാൻ വളരെ ഫലപ്രദമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രം പറഞ്ഞുതരാം. ആരെങ്കിലും നിങ്ങൾക്ക് വില തരണമെന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ യൽപ്രദത്തിൽ നിന്നും അകലുക. അതെങ്ങനെ? നിങ്ങളെ അവഗണിച്ച വ്യക്തിയെ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങൾക്ക് സമയം തരാത്ത വ്യക്തിക്ക് വേണ്ടി നിങ്ങളും സമയം കളയരുത്. ആരെങ്കിലും നിങ്ങളെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ആളല്ലെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക.
നിങ്ങളെ നഷ്ടപ്പെടുമെന്ന ഭയം വരുമ്പോൾ മാത്രമേ അവർ നിങ്ങൾക്ക് വില നൽകൂ. ഇനി ആളുകളുടെ മനസ്സിൽ നമ്മുടെ വില എങ്ങനെ വർദ്ധിപ്പിക്കാം? ഇതിനായി 3 ശക്തമായ തന്ത്രങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1. സ്വയം പര്യാപ്തരാവുക, ആവശ്യക്കാരനാകരുത്. ഓർക്കുക, സ്വന്തം കാലിൽ നിൽക്കുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ. നിങ്ങൾ മറ്റൊരാളില്ലാതെ അപൂർണമാണെങ്കിൽ ആളുകൾ നിങ്ങളെ ഒരിക്കലും കാര്യമായി എടുക്കില്ല. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നിടത്തോളം കാലം ആളുകൾ നിങ്ങളെ അവഗണിക്കും. എന്നാൽ നിങ്ങൾ സ്വയം പര്യാപ്തനായാൽ അതേ ആളുകൾ നിങ്ങളെ കിട്ടാൻ കൊതിക്കും. 2. സ്വന്തം സമയത്തിന്റെ വില മനസ്സിലാക്കുക. സ്വന്തം സമയത്തിന് വില കൽപ്പിക്കാത്തവന് ലോകത്ത് ഒരിടത്തും വില കിട്ടില്ല. നിങ്ങൾ എപ്പോഴും ആളുകൾക്കായി സമയം മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഉണ്ടാകില്ല. എപ്പോഴും വിശേഷപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്ന തിരക്കുള്ള വ്യക്തിയായി നിങ്ങൾ മാറണം. നിങ്ങൾ തിരക്കുള്ള ആളാണെന്ന് തോന്നുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. 3. ആളുകൾ നിങ്ങളെ അന്വേഷിച്ചു വരുന്ന രീതിയിൽ സ്വയം ശക്തനാകുക. ആളുകൾക്ക് നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ വ്യക്തിത്വം മിനുക്കിയെടുക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിന് ആളുകൾ വില തരുന്ന നിലയിലേക്ക് സ്വയം ഉയർത്തുക. അറിവും വിജയവും ആത്മവിശ്വാസവും കൈമുതലായുണ്ടെങ്കിൽ നിങ്ങളെ അവഗണിച്ചവർ പോലും നിങ്ങളെ തേടിവരും. ചില ആളുകൾ നമ്മളെ എളുപ്പത്തിൽ അവഗണിക്കുന്നതും എന്നാൽ അതേ ആളുകൾ മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചിലരുടെ സാന്നിധ്യം തന്നെ ആളുകളെ ആകർഷിക്കുന്നത്? എന്നാൽ ചിലർക്ക് സ്വയം തെളിയിക്കാൻ കഷ്ടപ്പെടേണ്ടി വരുന്നു. ഓർക്കുക, സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെ മാത്രമേ ഈ ലോകം ബഹുമാനിക്കൂ. ആരെങ്കിലും നിങ്ങൾക്ക് വില തരുന്നില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദുർബലനാണെന്നല്ല, മറിച്ച് നിങ്ങൾ സ്വയം നിങ്ങളുടെ വില കുറച്ചു കാണിക്കുന്നു എന്നാണ്. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ മനസ്സുകൊണ്ട് കളിക്കാൻ സമയമായി. അവരില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന അവരുടെ ധാരണ മാറ്റണം. നിങ്ങൾ മറ്റൊരാളെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമായി കാണും. എന്നാൽ എനിക്ക് ആരുടെയും ആവശ്യമില്ല എന്ന് നിങ്ങൾ സ്വയം ശക്തമായി തീരുമാനിക്കുന്ന ദിവസം, അന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരും. ഒരാളെ നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെ എത്തിക്കാം? അതിനുള്ള ഉത്തരം അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ശരിയായ നീക്കം നടത്തുക എന്നതാണ്. ഇന്ന് നിങ്ങളെ അവഗണിക്കുന്നവർ നാളെ നിങ്ങളെ കിട്ടാൻ കൊതിക്കുന്ന 4 ശക്തമായ വഴികൾ ഞാൻ പറഞ്ഞുതരാം. 1. ഞാൻ എപ്പോഴും നിനക്കായി ലഭ്യമാകില്ല. സ്വയം കിട്ടാക്കനിയാവുക. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ എപ്പോഴും ലഭ്യമാണ് എന്നതാണ്. എപ്പോഴും കൂടെയുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ വില മനസ്സിലാക്കില്ല. ഇനി നിങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാവുക. നിങ്ങളുടെ സാന്നിധ്യം കുറയ്ക്കുക. നേരത്തെ ഉടൻ മറുപടി നൽകിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് നിർത്തുക. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ ഉടൻ മറുപടി നൽകരുത്. ദിനചര്യ മാറ്റുക. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേള എടുക്കുക. നിങ്ങൾ എളുപ്പത്തിൽ കിട്ടാത്ത ഒരാളാകുമ്പോൾ ഇവൻ പെട്ടെന്ന് എന്താ ഇങ്ങനെ മാറിയത് എന്നവർ ചിന്തിക്കാൻ തുടങ്ങും. 2. എന്റെ ശ്രദ്ധ ഇപ്പോൾ എന്റെ വളർച്ചയിൽ മാത്രമാണ്. നിങ്ങളില്ലാതെ അവർക്ക് അപൂർണത അനുഭവപ്പെടുന്ന രീതിയിൽ സ്വയം തിരക്കുള്ളവനാകുക. ഓർക്കുക, സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരെയാണ് ലോകം പിന്തുടരുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയില്ലെങ്കിൽ ആളുകൾ നിങ്ങളെ അവഗണിക്കും. അതുകൊണ്ട് മുമ്പത്തേക്കാൾ തിരക്കുള്ളവനായി കാണപ്പെടുക. പുതിയ കഴിവുകൾ പഠിക്കുക, ജിമ്മിൽ പോകുക, പുസ്തകങ്ങൾ വായിക്കുക, സ്വയം മെച്ചപ്പെടുത്തുക. ഇപ്പോൾ എവിടെയാണ് തിരക്കെന്ന് ആരെങ്കിലും ചോദിച്ചാൽ സ്വയം മെച്ചപ്പെടുത്തുന്ന തിരക്കിലാണ് എന്ന് മറുപടി നൽകുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയതെന്തോ നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് നിങ്ങളുടെ കൂടെ കൂടാൻ തോന്നും. 3. ഇനി ഞാൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. വികാരങ്ങളെ നിയന്ത്രിക്കുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കണമെന്നാണ്. എന്നാൽ ആ പ്രതീക്ഷ നിങ്ങൾ തകർക്കണം. ഇനി മുതൽ അവരുടെ ഒരു കാര്യത്തിലും അമിതമായി പ്രതികരിക്കരുത്. അവരെ പുകഴ്ത്തുന്നത് നിർത്തുക. അവരുടെ കാര്യങ്ങൾ അവഗണിക്കുക. നേരിട്ട് കണ്ടാൽ വെറുതെ ഒന്ന് ചിരിച്ചു കടന്നുപോകുക. നിങ്ങൾക്കിപ്പോൾ അവരെക്കുറിച്ച് വലിയ ഉത്കണ്ഠയൊന്നുമില്ല എന്ന് കാണുമ്പോൾ അവർ അസ്വസ്ഥരാകാനും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും തുടങ്ങും. 4. ഇനി നീ എന്റെ മുൻഗണനയല്ല. ഇഷ്ടങ്ങൾ മാറ്റുക. നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും വലിയ ധൈര്യം നിങ്ങൾ അവർക്കായി എപ്പോഴും തയ്യാറാണ് എന്ന ചിന്തയാണ്. ആ ചിന്ത തകർക്കാൻ സമയമായി. നിങ്ങളുടെ മുൻഗണനകൾ മാറ്റുക. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുക. പുതിയ ആളുകളുമായി ബന്ധപ്പെടുക. നീ എന്താ ഇപ്പോൾ പഴയതുപോലെയല്ല എന്ന് ചോദിച്ചാൽ എന്റെ ജീവിതത്തിൽ ഇപ്പോൾ അതിലും പ്രധാനപ്പെട്ട പലതുമുണ്ട് എന്ന് മറുപടി കൊടുക്കുക. നിങ്ങളുടെ ലോകം അവരിൽ നിന്ന് മുന്നോട്ടു പോയി എന്ന് കാണുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ പിന്നാലെ വരും. ഇനി ആരും നിങ്ങളെ നിസ്സാരമായി കാണാത്ത രീതിയിൽ നിങ്ങളുടെ ഇമേജ് മാറ്റാനുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പറയാം. സ്വയം ഒരു ബ്രാൻഡ് ആക്കുക. മറ്റുള്ളവരെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുക. നിങ്ങളുടെ ശരീരഭാഷ, സംസാരിക്കുന്ന രീതി, വസ്ത്രധാരണം എന്നിവ മാറ്റുക. നിങ്ങളിൽ ഒരു പുതിയ ആത്മവിശ്വാസം വന്നെന്ന് കാണുമ്പോൾ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ നിർബന്ധിതരാകും. നിഗൂഢമായിരിക്കുക. എല്ലാം തുറന്നു പറയരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ വരുമ്പോൾ അവരുടെ താൽപര്യം കൂടും.
നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന എന്തെങ്കിലും കഴിവ് അല്ലെങ്കിൽ സ്കിൽ നിങ്ങളുടെ കൈവശം വയ്ക്കുക. നിങ്ങളുടെ കയ്യിൽ അദ്വിതീയമായ എന്തോ ഉണ്ടെന്ന് കാണുമ്പോൾ അവർക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ സ്വയം ശക്തരാകാൻ തുടങ്ങിക്കാണും. സ്വന്തം വില നിങ്ങൾ മനസ്സിലാക്കി കാണും. എന്നാൽ ഇനി കളിക്കാൻ പോകുന്നത് യഥാർത്ഥ കളിയാണ്. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളില്ലാതെ വിഷമിക്കുന്ന സമയം. ഒരു കാലത്ത് നിങ്ങളെ ഗൗനിക്കാത്തവർ നിങ്ങളെ കിട്ടാൻ കെഞ്ചുന്ന സമയം. ഓർക്കുക, എളുപ്പത്തിൽ കിട്ടാത്ത ഒന്നിനു വേണ്ടിയാണ് മനുഷ്യൻ എപ്പോഴും കൊതിക്കുന്നത്. ഇനി നിങ്ങളുടെ തന്ത്രം ഒരു ലെവൽ കൂടി ഉയർത്തണം. നിങ്ങളെ ഒരു ഓപ്ഷനായി കാണുന്നിടത്തോളം കാലം അവർ നിങ്ങളെ നിസ്സാരമാക്കിയേ കരുതൂ. എന്നാൽ നിങ്ങളില്ലാതെ താൻ അപൂർണനാണെന്ന് അവർക്ക് തോന്നുന്ന ദിവസം അവർ നിങ്ങളെ അന്വേഷിക്കും. നിങ്ങളില്ലാതെ ആളുകൾ വെപ്രാളപ്പെടുന്ന 5 ശക്തമായ വഴികൾ ഞാൻ പറഞ്ഞുതരാം. 1. ഞാൻ പഴയ ആളല്ല. സ്വയം പൂർണ്ണമായും മാറുക. നിങ്ങളെ അവഗണിക്കുന്ന ആൾ കരുതുന്നത് നിങ്ങൾക്ക് അവരുടെ ആവശ്യമുണ്ട് എന്നാണ്. ആ ചിന്ത മാറ്റണം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റുക. ആത്മവിശ്വാസം കൂട്ടുക. ലുക്കിലും വസ്ത്രധാരണത്തിലും മാറ്റം വരുത്തുക. സംസാര രീതി മാറ്റുക. ശാന്തനും സ്വയം പര്യാപ്തനും നിഗൂഢനുമാവുക. നിങ്ങളിലുണ്ടായ ഈ മാറ്റം കാണുമ്പോൾ ഇവൻ പെട്ടെന്നെങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയി എന്ന് അവരുടെ മനസ്സ് ചോദിക്കും. അവിടെ തുടങ്ങും അവരുടെ അസ്വസ്ഥത. 2. ഞാൻ ആരുടെയും ആവശ്യമല്ല, മറിച്ച് ആഗ്രഹമാണ്. ആളുകൾ നിങ്ങളെ മിസ് ചെയ്യുന്ന രീതിയിൽ സ്വന്തം വില വർദ്ധിപ്പിക്കുക. ഓർക്കുക, സ്വയം ബഹുമാനിക്കുന്നവർക്കേ ലോകം ബഹുമാനം നൽകൂ. നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ വളർച്ച കാണിക്കുക. പക്ഷേ അത് വെറും ഷോ കാണിക്കലാകരുത്, യഥാർത്ഥ മാറ്റമായിരിക്കണം. എപ്പോഴും ഉയർന്ന നിലവാരമുള്ള ഒരാളായി സ്വയം പെരുമാറുക. നിങ്ങളുടെ ആവശ്യം ഇപ്പോൾ അവർക്കാണെന്ന് വരുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വരും. 3. നിനക്കപ്പുറവും എനിക്കൊരു ലോകമുണ്ട്. പുതിയ ബന്ധങ്ങളും പുതിയ ആളുകളും. ഒരാൾ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കു വേണ്ടി മാത്രമായി കാത്തിരിക്കുകയാണ് എന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് പുതിയ ആളുകളുമായി സൗഹൃദത്തിലാവുക. പുതിയ ഹോബികൾ, യാത്രകൾ, പുതിയ അവസരങ്ങൾ എന്നിവ കണ്ടെത്തുക. പഴയ രീതികൾ പൊളിച്ചെഴുതുക. നിങ്ങളുടെ ലോകം ആ വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതും ആവേശകരവുമായ പലതും നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത കൂടും. 4. എനിക്കിപ്പോൾ നിന്നെ ആവശ്യമില്ല. വികാരങ്ങളുടെ മേൽ നിയന്ത്രണം നേടുക. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന ദിവസം ആളുകൾ നിങ്ങളെ കിട്ടാൻ കൊതിക്കും. വികാരങ്ങളെ നിയന്ത്രിക്കുക. അമിതമായി സന്തോഷമോ ദുഃഖമോ പ്രകടിപ്പിക്കരുത്. ആ വ്യക്തി പെട്ടെന്ന് തിരികെ വരാൻ ശ്രമിച്ചാൽ ഉടൻ ആവേശഭരിതനാകരുത്. അവർക്ക് പഴയ പ്രാധാന്യമില്ല എന്ന് കാണിക്കുക. നിങ്ങളുടെ ലോകത്ത് അവർക്ക് പ്രത്യേക സ്ഥാനമില്ലെന്നും അവരില്ലാതെയും നിങ്ങൾ സന്തോഷവാനാണെന്നും കാണുമ്പോൾ അവർ നിങ്ങളെ തിരികെ കിട്ടാൻ കൊതിക്കും. 5. ഞാൻ നിനക്കൊരു ഓപ്ഷനല്ല, പ്രയോറിറ്റിയാണ്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ആളുകൾ ഭയപ്പെടുന്ന രീതിയിൽ സ്വയം സ്പെഷ്യലാക്കുക. നിങ്ങളുടെ കരിയറും ശരീരവും മനസ്സും മറ്റുള്ളവർ കൊതിക്കുന്ന രീതിയിൽ വളർത്തുക. നിങ്ങളുടെ ഊർജം സ്വയം ഉയരാൻ മാത്രം ഉപയോഗിക്കുക. നിങ്ങളെ താഴേക്ക് വലിക്കുന്നവരെയല്ല, ഉയർത്തുന്നവരെ കൂടെ കൂട്ടുക. സ്വന്തം കഴിവുകൊണ്ട് നിങ്ങൾ വലിയ ഉയരത്തിലെത്തിയത് കാണുമ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾ ആരുടെയും ആവശ്യമില്ലാത്ത രീതിയിൽ ശക്തനായി കഴിഞ്ഞു. എന്നാൽ പഴയ ആ വ്യക്തി നിങ്ങളില്ലാതെ എങ്ങനെ വിഷമിക്കും? ഒരാൾക്ക് തന്റെ തെറ്റ് മനസ്സിലാവുകയും എന്നാൽ സമയം വൈകിപ്പോവുകയും ചെയ്യുമ്പോഴാണ് അവർ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വില മനസ്സിലാക്കാത്ത ഒരാൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരേയൊരു വഴി അവരുടെ ലോകത്തുനിന്നും അപ്രത്യക്ഷമാവുക എന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതും അതുതന്നെ. അടുത്ത നീക്കങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം. അവർ നിങ്ങളില്ലാതെ വിഷമിക്കാൻ പോകുന്ന 5 ശക്തമായ വഴികൾ. 1. ഞാൻ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുക. നിങ്ങൾ സ്വയം മാറി, വളർന്നു, ആത്മാഭിമാനം നേടി. ഇനി അവരുടെ ലോകത്തുനിന്നും അപ്രത്യക്ഷമാവുക. കോളില്ല, മെസ്സേജില്ല, സോഷ്യൽ മീഡിയയിലൊന്നുമില്ല. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാൻ ശ്രമിച്ചാൽ ഒരു പ്രതികരണവും നൽകരുത്. നേരിട്ട് കണ്ടാൽ പോലും അവർക്ക് വലിയ പ്രാധാന്യമില്ലാത്ത പോലെ പെരുമാറുക. അവരില്ലാതെയും നിങ്ങളുടെ ലോകം ഭംഗിയായി നടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ അവരുടെ മനസ്സിന് സമാധാനം കിട്ടില്ല. 2. നിന്റെ സ്ഥാനം ഞാൻ മറ്റൊരാൾക്ക് നൽകിക്കഴിഞ്ഞു. അവരിൽ അസൂയ ഉണ്ടാക്കുക. ഒരാൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടും പോകില്ല എന്ന ഉറപ്പ് അവർക്കുണ്ട്. അത് തകർക്കണം. പുതിയ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കുക. സോഷ്യൽ മീഡിയയിൽ സന്തോഷമുള്ള ജീവിതം കാണിക്കുക. അവർ തിരികെ വന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അവർക്കിപ്പോൾ ഇടമില്ല എന്ന് തോന്നിപ്പിക്കുക. അവരുടെ സ്ഥാനം മറ്റൊരാൾ എടുത്തു എന്ന് കാണുമ്പോൾ അവരുടെ അസ്വസ്ഥത കൂടും. 3. എന്റെ ജീവിതം നീ കാരണമല്ല, എന്റെ അധ്വാനം കൊണ്ടാണ്. അവർക്ക് പശ്ചാത്താപം തോന്നുന്ന രീതിയിൽ സ്വയം അപ്ഗ്രേഡ് ചെയ്യുക. സ്വന്തം ശരീര സൗന്ദര്യം കൂട്ടുക. കരിയറിലും കഴിവുകളിലും മുന്നേറുക. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ കണ്ട് അസൂയപ്പെടണം.
യാത്രകൾ, പുതിയ ബിസിനസ്, ജോലി, സ്വപ്നങ്ങൾ എന്നിവ കൊണ്ട് ജീവിതം നിറയ്ക്കുക. നിങ്ങൾ പഴയതിനേക്കാൾ 100 മടങ്ങ് മെച്ചപ്പെട്ടെന്ന് കാണുമ്പോൾ അവരുടെ ഉള്ളുരുകും. 4. എന്റെ കണ്ണിൽ നിനക്ക് പഴയ വിലയില്ല. നിങ്ങളുടെ വൈകാരികമായ ശക്തി കാണിക്കുക. വികാരങ്ങളെ പൂർണ്ണമായും നിയന്ത്രിക്കാൻ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി ലഭിക്കുന്നത്. അവർ പെട്ടെന്ന് തിരികെ വരാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ സ്വീകരിക്കരുത്. നിങ്ങൾക്ക് അവരെ ആവശ്യമില്ല, മറിച്ച് അവർക്ക് നിങ്ങളെയാണ് ആവശ്യമെന്ന് തോന്നിപ്പിക്കുക. പഴയ വികാരങ്ങളിൽ വീഴരുത്. നിങ്ങളുടെ മുഖത്ത് അവരോട് യാതൊരു താൽപ്പര്യവുമില്ലെന്ന് കാണുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും അത്. 5. ഞാൻ നിനക്കൊരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു. ആഗ്രഹിച്ചാലും കിട്ടാത്തത്ര ഉയരത്തിൽ സ്വയം എത്തുക. നിങ്ങളുടെ വില വർദ്ധിപ്പിക്കുക. എല്ലാവരും നിങ്ങളെ അടുപ്പിക്കാൻ ആഗ്രഹിക്കണം. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ കിട്ടാൻ ഏതറ്റം വരെയും പോകും. എന്നാൽ നിങ്ങൾ പഴയതുപോലെ പ്രതികരിക്കരുത്. ഇനി നിങ്ങൾ ആരുടെയും പിന്നാലെ പോകേണ്ട ആളുകൾ നിങ്ങളുടെ പിന്നാലെ വരും. ഇനി അവസാനത്തെ അടി, അവരെ പൂർണ്ണമായും തകർക്കുന്ന മാസ്റ്റർ സ്ട്രോക്ക്. 1. നീ എനിക്ക് വെറുമൊരു ഓർമ്മ മാത്രം. അവർക്കിനി ഒരു പ്രാധാന്യവുമില്ലെന്ന് കാണിക്കുക. അവർ നിങ്ങളുടെ ഭൂതകാലത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുക. സംസാരിക്കാൻ ശ്രമിച്ചാൽ തണുപ്പൻ പ്രതികരണം നൽകുക. ദേഷ്യവുമില്ല, സ്നേഹവുമില്ല. സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കാൾ മുകളിലെത്തി എന്ന് കാണിക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുക. 2. നിന്റെ സ്ഥാനം മറ്റൊരാൾ എടുത്തു. സ്വന്തം സ്ഥാനം നഷ്ടപ്പെട്ട വേദന അവർ അനുഭവിക്കട്ടെ. തന്റെ സ്ഥാനം മറ്റൊരാൾക്ക് പോയി എന്നറിയുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. നിങ്ങളുടെ സുഹൃദ്വലയം വലുതാക്കുക. 3. എനിക്ക് നിനക്കായി സമയമില്ല. നിങ്ങളുടെ സമയം അവർക്ക് കിട്ടാത്ത രീതിയിൽ തിരക്കുള്ളവരാകുക. സംസാരിക്കാൻ വന്നാൽ തിരക്കാണെന്ന് പറയുക. 4. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധം നിഗൂഢമാവുക. വഴക്കില്ല, തർക്കമില്ല, വെറും തണുപ്പൻ പെരുമാറ്റം മാത്രം. 5. നിനക്ക് ഇനി എന്നെ സ്വന്തമാക്കാനാവില്ല. ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയരത്തിൽ നിങ്ങൾ എത്തുക. കരിയറിലും ജീവിതത്തിലും വിജയിച്ചു നിൽക്കുക. അവർക്കിനി നിങ്ങൾക്ക് അർഹതയില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ വിഷമം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തും. ഇപ്പോൾ ആലോചിച്ചു നോക്കൂ, എന്തുകൊണ്ടാണ് ഒരു കാലത്ത് നിങ്ങളെ ഗൗനിക്കാതിരുന്ന ആൾ ഇപ്പോൾ നിങ്ങളുടെ പിന്നാലെ വരുന്നത്? അതിന് പ്രധാനമായും 5 കാരണങ്ങളുണ്ട്. 1. അവർ നിങ്ങളെ നിസ്സാരമായി കണ്ടു, എന്നാൽ നിങ്ങൾ മഹത്തായൊരു വ്യക്തിത്വമായി മാറി. 2. അവർക്ക് മനസ്സിലായി നിങ്ങളാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വ്യക്തിയെന്ന്. പക്ഷെ അത് വൈകിപ്പോയി. 3. അവർക്കിപ്പോൾ നിങ്ങളുടെ വില മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹവും കരുതലും അവർ മിസ് ചെയ്യുന്നു. 4. നിങ്ങളില്ലാതെ അവർ അപൂർണമാണെന്ന് അവർക്ക് തോന്നുന്നു. 5. നിങ്ങളിപ്പോൾ അവർക്ക് വെറുമൊരു സ്വപ്നം മാത്രമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, ലഭിക്കില്ല എന്ന് ഉറപ്പുള്ള കാര്യത്തോടാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ആഗ്രഹം തോന്നുക. ഇപ്പോൾ നിങ്ങളെ അവഗണിച്ച അതേ വ്യക്തി നിങ്ങളെ കിട്ടാൻ ആഗ്രഹിക്കും. പക്ഷേ നിങ്ങളിപ്പോൾ അവർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സ്വപ്നമായി മാറിക്കഴിഞ്ഞു.